ശ്രീ ഒ കെ ഫാറൂഖ് കൂടി ചേർന്നിട്ടുണ്ട്. ഫാറൂഖ് കേൾക്കാമോ? ഫാറൂഖ് നോക്കൂ, നമുക്കറിയാം പേരാമ്പ്ര പോലെ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോളേജ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി റിസൾട്ടൊക്കെ വരുമ്പോൾ അവിടെ ചില തരത്തിൽ നിങ്ങൾക്കും പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനോ ഒക്കെയുള്ള അവസരങ്ങളുണ്ടാകും. അപ്പുറത്ത് ജയിച്ചവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാകും. ഇതിനൊക്കെ ഇടയിൽ ഒരു MP അവിടെ എത്തി, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവ്, കോൺഗ്രസ് നേതാവ് അവിടെ എത്തി ഇത്തരത്തിൽ വൈകിയ വേളയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് പിന്നെ ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഇനി വിശദമായി അറിയേണ്ടതുണ്ട്. അതൊരു ഏകപക്ഷീയമായ തരത്തിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യമല്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അതിനകത്ത് കൃത്യമായി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞതുപോലെ ശബരിമലയിൽ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നത്. അവസാനം അന്വേഷണം നടത്തി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് ആ വാർത്ത ബ്രേക്ക് ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ച ഇപ്പോൾ ഇതാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വന്നത്, ഈ ചർച്ച ഇങ്ങനെ വഴിമാറിപ്പോയത് ഒക്കെ കോൺഗ്രസിൻ്റെ കൂടി ആഭ്യന്തരമായ പ്രശ്നങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും ഷാഫിയുടെ ഷോയുമായി വിലയിരുത്തപ്പെടുന്നതിനെ എങ്ങനെ കാണുന്നു താങ്കൾ? കേൾക്കാം. ആദ്യമായി ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഒരു യൂത്ത് ഐക്യൻ, ഒരുപക്ഷെ ഇന്നലെ തുടങ്ങിയതല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോയത് മുതൽ അദ്ദേഹത്തിന് ആദ്യം വർഗീയവാദിയാക്കാൻ നോക്കി. പിന്നീട് ഒരു കാഫിർ സ്ക്രീൻഷോട്ട് നമ്മൾ കണ്ടതാണ്. ആരാണ് അതിന്റെ പുറകിൽ എന്നുള്ളത് അറിയാം. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വടകരയിൽ വെച്ചുകൊണ്ട് DYFI അദ്ദേഹത്തെ അസഭ്യ വർഷമായിരുന്നു അവരുടെ വായിൽ നിന്നുണ്ടായിരുന്നത്, ആക്രമിക്കാൻ വേണ്ടി വന്നു. ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം, DYFI സംബന്ധിച്ചിടത്തോളം ഒരു ചങ്കിടിപ്പുണ്ട്. കാരണം ആ നേതാവ് ഇന്ന് ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളറായി കേരളത്തിലെ തന്നെ യുവാക്കളുടെ ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ ഒരു യുവജന നേതാവായി വളർന്നു വന്നു. ഭാവിയില് കോൺഗ്രസ് എന്നല്ല, ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും തന്നെ വലിയൊരു നേതൃപദവിയിൽ എത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേതൃ കപ്പാസിറ്റിയുള്ള നല്ല ഒരു ലീഡറായി വളർന്നു വരുന്നു എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത വേവലാതി ഉണ്ട്. ഇതിനകത്ത് OK ഫറൂഖ്, രണ്ട് സംശയങ്ങൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞതിനകത്ത്. ഇത് ഇപ്പോൾ ഒരു CPM DYFI പ്രശ്നം എന്നുള്ള നിലയിലേക്ക് ഇത് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഷാഫിയുടെ ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്നതാണ് ഒന്ന്. ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഭാഗത്തുള്ള പരാതി പോലും പോലീസ് നിങ്ങളെ ലാത്തി ചാർജ് ചെയ്ത് ഷാഫിയെ ആക്രമിച്ചു എന്നാണല്ലോ. അതിൻ്റെ കാര്യമാണല്ലോ ഇനിയിപ്പോൾ തെളിയിക്കപ്പെടാനുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയ ഒരാളാണ് ഷാഫി എന്നുള്ള കാര്യം താങ്കൾ പറയുമ്പോൾ അത്രയും വലിയ ഔന്നത്യം ഷാഫി ഈ ഇടപെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ എന്നതാണ്. അല്ല, ഞാൻ അവിടേക്കൊക്കെ വരാം. ഞാൻ തുടക്കം പറഞ്ഞെന്നുള്ളൂ. തുടക്കം പറയുമ്പോഴേക്ക് തന്നെ ഇടയിൽ കയറല്ലേ. അതായത് ഇത് രണ്ട് CPM-ന്റെ നേതൃത്വങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് കുറെ പറയാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നിങ്ങൾ അനുവദിക്കുകയും ചെയ്യും, നമ്മളെ മാറ്റി നിർത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ഇവിടെ പേരാമ്പ്രയുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് കടന്നു വരികയായിരുന്നു. പേരാമ്പ്രയിലെ ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ നമ്മുടെ കോളേജ് ഇലക്ഷനിൽ കോൺഗ്രസ്, അവിടെ UDSF, KSU, MSF ഉൾപ്പെടെയുള്ള സഖ്യം വിജയിക്കുമ്പോൾ എവിടെയും SFI കോട്ടകളാക്കി വെച്ച സ്ഥലങ്ങൾ അവർ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർ നടത്തുന്ന ഒരു അക്രമമുണ്ട്. അത് വളരെ 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 മൃഗീയമായ അക്രമം നടത്തിയപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരം അക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. അങ്ങനെ ഒരു പ്രതിഷേധം അവിടെ പോലീസിന്റെ പെർമിഷനോട് കൂടി UDF അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഫറൂഖ്, ഒരു മിനിറ്റ്. ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ അവിടെയുള്ള എനിക്ക് സംശയങ്ങൾ കൂടി തീർത്തു പോകണമല്ലോ. താങ്കൾ ഇങ്ങനെ പരത്തി പറയുമ്പോൾ ആളുകൾക്ക് സംശയം കൂടെ മാറണമല്ലോ. അതായത് ഈ പറയുന്ന കോളേജ് ഇലക്ഷനിൽ SFIക്ക് അവരുടെ കോട്ട നഷ്ടപ്പെട്ടു എന്നതാണോ, അതോ നിങ്ങളുടെ കോട്ടയിൽ SFIക്ക് ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുകയും ആ കോളേജ് അടിച്ചു തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നതായിരുന്നോ പ്രശ്നം? ഇതിൽ ഷാഫി പറമ്പിൽ അവിടെ ഈ വൈകുന്നേരം രാത്രി 8:30 മണിക്ക് അവിടെ എത്തി എന്ത് കാര്യമാണ് ഈ കോളേജ് പ്രശ്നത്തിൽ പരിഹരിക്കാനുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഈ പേരാമ്പ്രയിലെ ഇന്നലെ ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയുള്ള പ്രതിഷേധത്തിന് അവിടെ പോലീസിന്റെ പെർമിഷനോട് കൂടി നടത്തുന്നു.
അവിടേക്ക് തൊട്ടപ്പുറത്ത് ഒരു 10-55 പേര് അല്ലെങ്കിൽ 100ന്റെ താഴെയുള്ള ഡിവൈഎഫ്ഐക്കാർ ഒരു പെർമിഷനും എടുക്കാതെ ഈ ജാഥ ഇവിടെ നിന്നും കടന്നു പോകാൻ പാടില്ല എന്ന തരത്തിൽ അല്ല, അങ്ങനെയാണെങ്കിൽ പോലും അതൊരു പ്രാദേശിക പ്രശ്നം, അതൊരു പോലീസും അവിടുത്തെ പ്രാദേശിക നാട്ടുകാരും തന്നെ തീർക്കാൻ പറ്റുന്ന കാര്യമല്ലേ? അവിടെ എങ്ങനെയാണ് രാത്രിയിൽ ഇതൊരു വിദ്യാർത്ഥി പ്രശ്നം രാത്രി 8:30 മണിയിലേക്ക് എത്തുന്നതും ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നത് വരെ നിങ്ങൾ കാത്തിരുന്ന് അങ്ങനെ ഒരു ഷോയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കുന്നു എന്ന പരാതി ഇപ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നതും?